പോയി എനിക്ക് കാര്യം കൈ മറിച്ചിട്ട് എനിക്ക് വണ്ടി ഓട്ടാൻ പോയി. എനിക്കുണ്ട് 2 പിള്ളേർ അതേമാതിരി വലിപ്പമുള്ള ചെറിയ പിള്ളേരുണ്ട്. അങ്ങനെ ഇറങ്ങി പിന്നെ എന്നാ കയറിയ ഡ്യൂട്ടിയിൽ. അപ്പൊ തന്നെ ബസ് നിർത്തി പോയതാണ്. വേറെ ഡ്രൈവറെ കയറി പോയി. ബസിന്റെ മുന്നിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടുന്ന കുട്ടിയുടെ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ വൈറലാണ്. കോഴിക്കോട് കൊടിയത്തൂരിലാണ് ഈ സംഭവം നടന്നത്. ഇതിൽ ആ ബസ് ഡ്രൈവറുടെ സംയോജിതമായ ഇടപെടലാണ് വലിയൊരു അപകടം ഒഴിവാക്കിയത്, ആ കുട്ടിയുടെ ജീവൻ രക്ഷിച്ചത്. ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് ആരാണ് ആ ബസ് ഡ്രൈവർ എന്നുള്ളതാണ്. അദ്ദേഹത്തെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കോഴിക്കോട് കൊടിയത്തൂർ റൂട്ടിൽ ഓടുന്ന തയ്യൽ ബസിന്റെ ഡ്രൈവറാണ് സിനോജ്. അദ്ദേഹം നമുക്കൊപ്പമുണ്ട്. ആ CCTV ദൃശ്യങ്ങൾ കണ്ടു. നിങ്ങളുടെ ഒരു കൃത്യമായ ഇടപെടലാണ് വലിയ അപകടം ഒഴിവാക്കിയത്. എന്താ സംഭവിച്ച ഒരു ഓട്ടോറിക്ഷ ഇടതുവശത്ത് നിർത്തിയിട്ട് ആളെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ കുട്ടിയുടെ അമ്മ ഓപ്പോസിറ്റ് ഉണ്ട്, നമ്മളറിയുന്നില്ല. പക്ഷേ ഓട്ടോറിക്ഷയിൽ എൻ്റെ അച്ഛനുണ്ട്. ഞാനവിടെ കുട്ടി ഇറങ്ങിയിട്ട് ഓടി നോക്കാതെ. എന്താ ചെയ്തത് എനിക്ക് തന്നെ അറിയില്ല. ആ വണ്ടി ചവിട്ടി വലത്തോടെ പോയി അവിടെ ഡിവൈഡർമ തട്ടി നിന്ന് വണ്ടി. പിന്നെ ഹോസ്പിറ്റലിൻ്റെ മതിലുള്ളത് എന്തോ ഭാഗത്തിന് കുട്ടി കഴിച്ചിലായി. അങ്ങനെ എന്താ കുട്ടിയെ ഓടുന്നത് തീരെ പ്രതീക്ഷിച്ചില്ല. മുന്നിന്ന് ഓട്ടോറിക്ഷയുടെ മുന്നിന്നാണ് ചാടി. ഞാൻ വണ്ടി അടത്തിയപ്പോഴതിനും വണ്ടി കട്ട് ചെയ്ത് അങ്ങോട്ട് ഒഴിവാക്കി. അതിൽ ഇപ്പൊ ആളുകളൊക്കെ പറയുന്നത് 2 ദിവസം ബസ് എടുക്കാൻ പറ്റാത്തൊരു സ്ഥിതിയായിരുന്നു. അന്നേരം ഇറങ്ങിപ്പോയി. എനിക്ക് കാര്യം കൈ മറിച്ചിട്ട് എനിക്ക് വണ്ടി ഓട്ടാൻ പോയി. എനിക്കുണ്ട് 2 പിള്ളേർ അതേമാതിരി വലിപ്പമുള്ള ചെറിയ പിള്ളേരുണ്ട്. അങ്ങനെ ഇറങ്ങി പിന്നെ എന്നാ കയറിയ ഡ്യൂട്ടിയിൽ. അപ്പൊ തന്നെ ബസ് നിർത്തി പോയതാണ്. വേറെ ഡ്രൈവറെ കയറി പോയി. നിങ്ങളുടെ ഈ ഒരു ഇടപെടലുണ്ടല്ലോ, നിങ്ങളുടെ അത് വല്ലാതെ വലിയ പ്രശംസ വരുന്നുണ്ട് എല്ലാ ഭാഗത്തും. ആൾക്കാരെന്തെങ്കിലും ചോദിച്ചോ? കുറേ കോള് വരുന്നുണ്ട്. ആ കോളൊന്നും എടുക്കില്ല. ഡ്രൈവിങ്ങിലാണ് എടുക്കാൻ വയ്യ. ഞാൻ എന്നാ വീഡിയോ വൈറലാക്കി പുറത്തേക്ക് വിട്ടേ, ഗ്രൂപ്പിലിട്ടത്. കാരണം വെള്ളിയാഴ്ച സംഭവിച്ച സംഭവമാണ്. ശനിയാഴ്ച കിട്ടി വീഡിയോ. എനിക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെ ഷോപ്പിൽ നിന്ന് വീഡിയോ കിട്ടി എനിക്ക്. പക്ഷേ ഞാൻ പുറത്തേക്ക് വിട്ടില്ലായിരുന്നു. ഇന്നെല്ലാവരും പറഞ്ഞാൽ വിട്, കാരണം രക്ഷിതാക്കൾ കാണട്ടെ എന്ന് പറഞ്ഞിട്ട്, കുഞ്ഞുങ്ങളായിട്ട് നടക്കുന്ന രക്ഷിതാക്കളുണ്ടല്ലോ, അവർ കാണട്ടെ പറഞ്ഞിട്ട് വിട് കാരണം. അപ്പോൾ അങ്ങനെ ഗ്രൂപ്പിലിട്ട് അങ്ങനെ പോയതാ. ശരിക്കും അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണല്ലോ രക്ഷിതാക്കൾ പറഞ്ഞത്. അതെ ശ്രദ്ധിക്കണം. രക്ഷിതാക്കൾ നോക്കണം. ചെറിയ കുട്ടികൾ റോഡ് ക്രോസ് ചെയ്യുമ്പോഴും റോഡിൽ നിർത്തുമ്പോൾ കൈ പിടിച്ച് നിൽക്കണം. ഈ കുട്ടി ഓടിയത് ഞാൻ കണ്ടില്ല. കാരണം അവിടെ നിന്ന് വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് ശരിക്കും കാണാം കുട്ടി ഓടുന്നത്. പക്ഷേ നമുക്ക് ബസ്സിലിരിക്കുമ്പോൾ കാണില്ല. കാരണം ഓട്ടോറിക്ഷനെ മറന്ന കുട്ടി ഓടി പോകുന്നത്. കുട്ടി മുന്നിലേക്ക് എത്തിയപ്പോഴാണ് കാണുന്നത്. ഒന്നും കാട്ടാൻ വയ്യ. കുട്ടി റിട്ടേൺ ഓടിയോണ്ട് കഴിച്ചില്ല. എല്ലാ വണ്ടിയുടെ അടിയിൽ റെഡിയാ ഒച്ചപ്പാടുണ്ടാക്കി അവിടെ നിന്ന് ആൾക്കാർ. അല്ലെങ്കിൽ കുട്ടി റിട്ടേണായിട്ട് ഓടി. വണ്ടി അടുത്തെത്തിയപ്പോഴാണ് കുട്ടി തൊട്ടില്ല മാതിരി അടി. എന്തോ ഭാഗ്യത്തിന് കഴിച്ചില്ലായി. ദൈവത്തിന്റെ കൃപ. ആ മാതാപിതാക്കളെ കാണുകയോ അവരെ ബന്ധപ്പെടാൻ പറ്റുമോ എന്തെങ്കിലും ചെയ്തിരുന്നു? ഇല്ലല്ല, അത് മലയാളീസ് അല്ല തോന്നുന്നു, ബംഗാളിയാണെന്ന് തോന്നുന്നു. ബന്ധപ്പെട്ടിരുന്നല്ലോ. പിന്നെ അവർ അത്ര ആൾക്കാർ പറഞ്ഞു പൊക്കോ, കുഴപ്പമില്ല. പിന്നെ അവരോട് സംസാരിച്ചിട്ടൊന്നുമില്ല? ഇല്ലല്ല, സംസാരിച്ചില്ല, കാണാൻ കഴിഞ്ഞില്ല. പിന്നെ ഇനിയിപ്പോ ഈ ഒരു വൈറലായതിനു ശേഷം ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ടോ? കോളിതാ വന്നുകൊണ്ടിരിക്കുന്നു. അത് ശരിക്കും നിങ്ങളുടെ പെട്ടെന്ന് വെട്ടിച്ചതുകൊണ്ട് രക്ഷപ്പെട്ടു പോയതാണല്ലേ? അതെ, അങ്ങനെ വെട്ടിച്ചുകൊണ്ട് രക്ഷപ്പെട്ട്. ഞാൻ വിചാരിച്ചു അടി കുടുങ്ങിയെന്ന് വിചാരിച്ചു. അങ്ങനെ അനുഭവങ്ങൾ ആദ്യമായിട്ടാണ് വണ്ടി ഓട്ടിയിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് അങ്ങനെ വലിയൊരു സംഭവം. ചെറുതൊക്കെ സംഭവിക്കും, പക്ഷെ എന്നാലും ഒരാളുടെ ഇത് ആദ്യമായിട്ടാണ്. തീർച്ചയായിട്ടും സിനോജിന്റെ വാക്കുകൾ വളരെയധികം പ്രധാനപ്പെട്ടതാണ്. രക്ഷിതാക്കൾ കൂടെ ഈ വിഷയത്തിൽ ഈ ഒരു ദൃശ്യങ്ങൾ മുന്നറിയിപ്പാണ്. പ്രത്യേകിച്ചും ആ കുട്ടി പെട്ടെന്ന് അവിടെ നിന്നും കൂടെയുള്ള മുതിർന്നവരുടെ കൈവിട്ട് ഓടുകയായിരുന്നു. അങ്ങനെ ഉള്ള കുട്ടികളെ കൃത്യമായി ശ്രദ്ധിക്കണം എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടെ ഈ ദൃശ്യങ്ങൾ നൽകുന്നുണ്ട്. ഏതായാലും സിനോജിന്റെ ഈ ഒരു ഇടപെടൽ അതിന് വലിയ പ്രശംസ വരുന്നുണ്ട്. പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ സിനോജിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്യാമറ പേഴ്സൺ ജേസൽ ബാബു പിലാശ്ശേരിക്കൊപ്പം നന്ദഗോപാൽ, മീഡിയ 1, കോഴിക്കോട്.